ദൈവമേ Thank you, Jesus. Hallelujah, hallelujah, hallelujah. Thank you, Lord Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Lord. Hallelujah, 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 hallelujah. Glory to God, glory to God, glory to God. Thank you, Jesus. പ്രൈസ് ലോർഡ്. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം ഡൊനാറ്റോസ് ഗോസ്പൽ മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു വരാൻ കർത്താവ് നൽകി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പാസ്റ്റർ ജസ്റ്റിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ദീർഘനാളുകൾ സെമിനാരിയിൽ ഒരുമിച്ച് ദൈവവചനം പഠിക്കാനായിട്ട് ദൈവം കൃപ തന്നു. ആ സ്നേഹബന്ധത്തിൽ ഇത്രത്തോളമായിരിക്കാൻ കർത്താവ് കൃപ നൽകി. തന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു സ്നേഹബന്ധം ഞങ്ങൾക്ക് ഇത്രയും നാളും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതെല്ലാം ഞങ്ങൾക്ക് പരസ്പരം അത് അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് താൻ ലീഡ് ചെയ്യുന്ന ഈ പേജിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകം മെസ്സേജുകൾ, പാട്ടുകൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പലർക്കും ആശ്വാസമായിക്കൊണ്ടിരിക്കുന്നല്ലോ. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കർത്താവ് കൃപ നൽകിയതിനോർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. പല സമയങ്ങളും നമുക്കറിയാം, ഈ 2020 പ്രാരംഭം മുതൽ പല പ്രയാസങ്ങളിലൂടെയും നമ്മുടെ രാജ്യങ്ങൾ, ദേശങ്ങൾ, പട്ടണങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്കൊരു കാര്യം അറിയാം, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. ആ ദൈവത്തെ നാം എത്രത്തോളം ഈ ഒരു സാഹചര്യങ്ങളിൽ നാം രുചിച്ചറിയുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യയിലെല്ലാം, നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളുടെ മധ്യയിലും നാം ദൈവത്തെ വീണ്ടുമ്പോൾ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം പതറിപ്പോകത്തില്ല, അവിടെ നാം ക്ഷീണിച്ചു പോകത്തില്ല. തേനിനേക്കാൾ മധുരമാണെന്ന് പാട്ടുകാരൻ പറയുന്ന പോലെ ഞാനത് രുചിച്ചു നോക്കിയപ്പോൾ അത് തേനിനേക്കാൾ മധുരമാണ്. അതേ മാധുര്യമായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ ജീവിതത്തിൽ കേവലം അറിവുകൊണ്ടല്ല, അനുഭവം കൊണ്ട് അത് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലും നിങ്ങളോട് ഒരുമിച്ചായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ പാട്ട് പാടുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ, ഞങ്ങളോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, ദൈവിക സമാധാനം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളൊന്നും ആരാധിക്കുന്നതിന് തടസ്സമല്ല. കാരണം കഷ്ടതയിലൂടെ കടന്നുപോയവരാണ് ദൈവിക ഭക്തന്മാരൊക്കെ. ബൈബിളിൽ കാണുന്ന ഓരോ ഭക്തന്മാരും കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും അവർ ദൈവത്തെ സ്തുതിച്ചത് കാണാനായിട്ട് കഴിയും, ദൈവത്തെ ആരാധിച്ചത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഷ്ടത, ഇന്ന് നാം ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങളുടെ മധ്യേ അതൊന്നും ആരാധനയ്ക്ക് തടസ്സമല്ല, അതൊന്നും ദൈവത്തെ സ്തുതിക്കുന്നതിന് തടസ്സമല്ല, അതൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തടസ്സമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതെല്ലാം ഹൃദയംഗമായിട്ടാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നത് പുറത്തു വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്, അതിനൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ ആരാധന ഒരിക്കലും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല എങ്കിൽ പോലും
ഹല്ലേലൂയ. ആരാധിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നത് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങിയത് കാണാനായിട്ട് കഴിയും. ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത്ഭുതങ്ങൾ കണ്ടത് നമുക്ക് വചനങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഇന്ന് അല്പസമയങ്ങളും ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ആ ദൈവത്തെ നമുക്ക് പ്രത്യാശ വെക്കാം. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. Thank you, Jesus. പ്രത്യാശയോടൊന്ന് പാടാം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേക്കുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേക്കുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. അതുകൊണ്ട് എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം. ഹല്ലേലൂയ. ഒരു പനിനീർ പൂ പോലെ മൃദുലം എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം. ഒരു പനിനീർ
പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ. എൻ്റെ വൈഫ് ഡൽഹിയിലാണ് ബോൺ ആൻഡ് ബോട്ടപ്പ്, അതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. എന്നോട് ജസ്റ്റിൻ പറഞ്ഞിരുന്നു ഹിന്ദി പീപ്പിൾ ഒത്തിരി പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന. അല്പസമയം നമുക്ക് വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. परमेश्वर के नाम की महिमा हो. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. परमेश्वर की संगति में थोड़ी देर हम वचन से मनादी करेंगे. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. परमेश्वर की संगति में जो वक्त हम बिताते हैं वैसे वो दूसरा हजारों दिनों से बहुत ही ज्यादा श्रेष्ठ होता ഞാൻ है. വിശ്വസിക്കുന്നു ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുമ്പോൾ, ഞങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നു. आज मैं विश्वास करता हूँ कि आज मेरे द्वारा जब मैं परमेश्वर मुझसे जब बात करेंगे तो प्रभु आपसे जरूर बात करेंगे, ये मैं विश्वास करता हूँ. ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റുന്നത്? हालेलुया. मैं जब बात करता हूँ तो परमेश्वर किस तरीके से हमसे बात कर सकते हैं ये कैसे बोल सकते हैं? കാരണം ഞാൻ സംസാരിക്കുന്നത് വചനത്തിൽ നിന്നാണ്. क्योंकि मैं वचन से बात करता हूँ. കാരണം വചനം പറയുന്നു വചനം ദൈവമാണ്. क्योंकि परमेश्वर को वचन कहता है, वचन जो है वो परमेश्वर है. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന്. इसलिए मैं विश्वास करता हूँ कि आज रात को परमेश्वर आपसे जरूर बात करेंगे. ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ ആഗ്രഹത്തോടും ദാഹത്തോടും ആയിരിക്കുന്നവരോട് തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും. हालेलुया. परमेश्वर की संगति में जो व्यक्ति बहुत ही ज्यादा इच्छा और प्यासा मन से जो बैठता है उनसे परमेश्वर जरूर बात करता है. കാരണം നാം സേവിക്കുന്ന ദൈവം വലിയവനായ ദൈവമാണ്. क्योंकि हम जिसका सेवा करते हैं एक छोटा मोटा साधारण परमेश्वर नहीं है, वो बहुत बड़ा परमेश्वर है. ആ ദൈവത്തെ നമുക്ക് ഒരിക്കലും അളക്കുവാൻ കഴിയത്തില്ല. उस परमेश्वर को कभी भी हम नाप नहीं सकते. ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയത്തില്ല. उस परमेश्वर के बारे में हम कितना भी पढ़े वो बहुत ही ज्यादा कम पड़ेगा. ഈ വചനം ഹല്ലേലൂയ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. परमेश्वर का वो जो पवित्र वचन जो है इस दुनिया में सबसे ज्यादा भेजा गया हुआ वचन का वो जो किताब है वो पवित्र वचन ഏറ്റവും है. കൂടുതൽ ആൾക്കാർ വായിച്ച പുസ്തകമാണ്. और सबसे अधिक लोग पढ़ने वाला एक किताब है तो वो परमेश्वर का पवित्र बाइबल है. ഒത്തിരി പേരിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് നാം വായിക്കുന്ന ബൈബിൾ. हालेलुया. हम जो वचन पढ़ते हैं वो कई लोगों का जीवन को बदलने का एक कारण बना है. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം. हम एक वचन पढ़ेंगे. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാ का किताब 6-ാം അധ്യായം 6वां अध्याय അതിന്റെ 37-ാമത്തെ വാക്യം. 6 का हम लोग 37 पढ़ेंगे. ഞാനത് വായിക്കാം. मैं एक बार पढ़ना चाहता हूँ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. परमेश्वर जो मुझे देता है वो പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. जो मेरे पास आता है मैं उसे कभी नहीं लौटाऊंगा. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. आज आप लोगों से मैं 3 बातें कहना चाहता हूँ. നമുക്ക് അറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. हम एक बात हम देख सकते हैं पुराने नियम में और नया नियम में. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ഭാര്യ സാറയോടുള്ള ബന്ധത്തിൽ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? अगर हम पुराने नियम में देख सकते हैं तो हम अब्राहम और सारा के बारे में जिंदगी को लेके देखेंगे तो हम एक बात देख सकते हैं, क्या परमेश्वर का असाध्य इस दुनिया में कुछ भी है? പുതിയ നിയമത്തിൽ സക്കറിയാവിനോടും എലിസബത്തിനോടുള്ള ബന്ധത്തിൽ പറയുന്നു ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? नया नियम में अगर पढ़ेंगे तो एलिजाबेथ और सकरिया के बारे में इस प्रकार कहते हैं कि क्या परमेश्वर से असाध्य कुछ भी है? കാരണം ഈ 2 പേരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ് സാധ്യമാകാൻ പോയത്. अगर हम ये दोनों व्यक्ति जीवनों का जिंदगी उठा के देखेंगे तो हमें पता है इनके जीवन में जो भी हुआ है वो एक असाधारण काम हुआ है.
സാറയുടെയും അബ്രഹാമിൻ്റെയും ജീവിതത്തിൽ അവരൊരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. അവർ വാർദ്ധക്യത്തിലായി. അതുവരെയും അവരുടെ ആ ആഗ്രഹം സാധിച്ചില്ല. പക്ഷേ വാർദ്ധക്യമായപ്പോൾ അവർ അസാധ്യമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തലമുറയെ തരും. अब्राहम और सारा की जिंदगी देखा जाएगा तो हमें पता है वो लोग कितना उम्र के हो गए थे, लेकिन उनके दिल में एक इच्छा था कि उनको एक पुत्र चाहिए और परमेश्वर ने इनकी इच्छा को पूरी तरह से पूरा किया. എലിസബത്തിന്റെ ജീവിതത്തിലും അവരും വാർദ്ധക്യത്തിൽ എത്തിയപ്പോഴാണ് അവരും കൺസീവ് ആകുന്നത്. एलिजाबेथ की जिंदगी में भी क्या था, वो लोग भी जब बूढ़े हुए थे, बहुत उम्र के जब होने के बाद ही वो भी एक माँ बनी थी. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയം കാലങ്ങൾ കഴിഞ്ഞാലും വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട കേട്ടോ. प्रेज़ द लॉर्ड. आज रात को मैं आप लोगों से कुछ कहना चाहता हूँ, वो यही है कि भले ही आपकी ज़िंदगी में कुछ विषय के लिए आप लोग प्रार्थना कर रहे होंगे कई सालों से, लेकिन अब चिंता करने की ज़रूरत नहीं है, क्योंकि कितना भी वो पुराना हो जाए लेकिन परमेश्वर उनके वक्त में सही से वो करेगा. നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് നമ്മളൊരു സമയം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. हमारे जीवन में जब प्रार्थना करते हैं तो हम लोग एक वक्त हमारे हर एक प्रार्थना के विषय में रखा है. उस वक्त बीत जाता है तो हमें ऐसा लगता है कि अब कुछ नहीं होने वाला. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, കാലങ്ങൾ മാറിപ്പോയാലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും നാം മനസ്സിലാക്കുക, വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. കാലങ്ങൾ മാറിയാലും കാലങ്ങൾ മാറിയാലും മാറ്റം വരാത്തവനാണ് നമ്മുടെ ദൈവം. हालेलुया. आज रात को मैं आप लोगों से कहना चाहता हूँ, भले ही साल बीत जाए, भले ही कितना भी वक्त बीत जाए, हालेलुया, लेकिन वायदा किया हुआ परमेश्वर उसका बात कभी भी नहीं बदलेगा, वो जरूर पूरा करेगा. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ വാക്ക് ആവർത്തിക്കപ്പെട്ടത്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. इसलिए पुराना नियम में भी नया नियम में भी एक ही बात बोला गया है, क्या परमेश्वर का असाध्य इस संसार में कुछ भी है? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. आपके आजू बाजू में जो बैठे हैं उन लोगों को हाथ देकर बोल दीजिए कि परमेश्वर का असाध्य कुछ भी नहीं है. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യം ദൈവത്തിന് കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് രാത്രി പറയാൻ പോകുന്നത്. लेकिन आज मैं आप लोगों से ऐसा 3 चीज कहना चाहता हूँ जो परमेश्वर से नहीं हो सकता. ഒന്നാമത്തെ കാര്യം, वो पहली चीज क्या है? നമ്മൾ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം. हमने पढ़ा कि യോഹന്നാൻ के सुसमाचार उसका 6वां अध्याय के 37 में हमने पढ़ा, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. जो मेरे पास आता है मैं उसे कभी नहीं लुटाऊंगा. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയാൻ ദൈവത്തിന് കഴിയത്തില്ല. पहली बात, परमेश्वर के पास जो आता है परमेश्वर कभी भी उसको टुकरा नहीं सकता. അപ്പൊ ദൈവത്തിന് കഴിയാത്ത ഒന്നാമത്തെ കാര്യമാണ്, പിതാവ് മുഖാന്തരമായി അവന്റെ അടുക്കൽ വരുന്നവനെ അവൻ ആരെയും തള്ളിക്കളയത്തില്ല. हालेलुया. इसका मतलब वो यही है कि जो परमेश्वर के नाम से, उसके पिता के नाम से जो भी आता है उसको कभी भी परमेश्वर टुकराएगा नहीं. അതുകൊണ്ടല്ലേ ക്രൂശിൽ കിടന്ന കള്ളനും ഒരു ചാൻസ് കിട്ടിയത്. इसलिए तो जब क्रूज पर एक चोर वहां पे लटका हुआ तो उसको भी एक चांस मिला, एक मौका मिला. കിട്ടിയ ചാൻസ് അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്തില്ലേ? हालेलुया. जब उसको एक वक्त मिला, एक मौका मिला, तो जब उसने पुकारा तो क्या परमेश्वर ने उसकी बात को नहीं सुनी? അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളവരായിരിക്കാം. हो सकता है आप लोगों का प्रार्थना कई वजहों से आप लोगों ने रोक रखा होगा. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരിക്കാം. बहुत सारे वजह से शायद परमेश्वर को आप लोग आज नहीं बुलाते होंगे. നമ്മൾ പലതും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ कई बार हम लोग कई बातों को स्टॉप किया है. तो ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവം ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. हालेलुया. आज रात को मैं आप लोगों से कहना चाहती हूँ, भले ही आप लोगों ने कुछ बातों को स्टॉप किया होगा, लेकिन हमारा परमेश्वर कुछ बातों को स्टॉप नहीं നമ്മൾ किया. പലതിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിലും भले ही हम लोग कोई बहुत सारे विषय में एक फुल स्टॉप डाला हो, ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. लेकिन परमेश्वर ने उसमें उस बातों में कोई फुल स्टॉप नहीं അവന്റെ डाला കരം കുറുകി പോയിട്ടില്ല കേട്ടോ. और उसका हाथ कभी भी छोटा भी नहीं हुआ ഹല്ലേലൂയ. അവന്റെ ചെവി മന്ദമായിട്ടില്ല. और वो कभी बहरा भी नहीं हुआ. കാരണം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അവൻ വിളിക്കുന്നവരുടെ നിലവിളി അവൻ കേൾക്കാതിരിക്കാൻ അവന് കഴിയത്തില്ല. प्रेज़ द लॉर्ड. इसलिए क्योंकि परमेश्वर के पास जो भी आता है, उसको जो भी पुकारता है, वो उनको ना सुने नहीं कर सकता. നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം. हो सकता है हमसे गलती हो, क्योंकि हम लोग मनुष्य हैं. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ പിഴച്ചു പോയേക്കാം. हो सकता है गलत बातें हमसे हमारे मुंह से निकली हो.
പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുന്നു. हालेलुया। पत्रोस को पत्रोस के बारे में देखा जाएगा तो परमेश्वर यीशु मसीह कह रहे हैं कि तू 3 बार मुझे ठुकराएगा। പക്ഷെ പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാന്ന് പറഞ്ഞു. लेकिन पत्रस ने कहा कि नहीं परमेश्वर, मैं आप लोगों के लिए, आपके लिए मरने के लिए भी तैयार हूँ। പക്ഷെ കർത്താവിന് നമ്മെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാം. लेकिन यीशु मसीह को नहीं तो प्रभु को हमारे बारे में हम क्या है करके बहुत ही सही तरीके से क्लियरली उनको पता है। നമ്മൾ ആരാണെന്ന് കർത്താവിന് ക്ലിയർ ആയിട്ട് അറിയാം. हमारा परमेश्वर अच्छे से जानते हैं हम कौन है। പത്രോസ് പവർഫുൾ ആയിട്ടുള്ള ടേംസ് ഒക്കെ പറഞ്ഞെങ്കിലും भले ही पत्रोस बहुत ही पावरफुल वाक्य नहीं तो बातें किया हो, കർത്താവിന് ക്ലിയർ ആയിട്ട് അറിയാം അടുത്ത് എന്താ സംഭവിക്കാൻ लेकिन പോകുന്നത്. परमेश्वर को पता है अगला कदम इसके जीवन में क्या होने वाला है। കാരണം പത്രോസിന് ദൈവത്തെ യേശുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. पत्रोस यीशु मसीह से प्यार नहीं करता था इस वजह से नहीं, ആ സാഹചര്യങ്ങളാണ് ഒരു പക്ഷെ അവനെ അങ്ങനെ ആക്കി उसका തീർത്തത്. जो सिचुएशन था उसको इस तरीके से बना दिया था। അതുകൊണ്ടാണ് കോഴി കൂവിയപ്പോൾ കർത്താവ് അവനെ നോക്കിയപ്പോൾ അവൻ കരഞ്ഞത്, പൊട്ടിക്കരഞ്ഞത്. इसलिए जब हमें पता है जब मुर्गा जब चिल्लाया था तो परमेश्वर का जो नजर है पतरस के ऊपर लगा और पतरस वहां पे बहुत ही ज्यादा टूट पड़ा और रो पड़ा। ആ പത്രോസിനെ തന്നെയാട്ടോ കർത്താവ് പിന്നെ ഉപയോഗിച്ചത് ശക്തമായി. हालेलुया। और इसी पतरस को परमेश्वर ने बाद में उपयोग किया। ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പറയാം, ജീവിതത്തിൽ സാഹചര്യം കൊണ്ട് പലതും സംഭവിച്ചു പോയേക്കാം. हो सकता है आज जो मुझे सुनने वाले हैं, मैं उन लोगों से, आप लोगों से एक बात कहना चाहता हूँ। हो सकता है कि हमारे जीवन में कई प्रकार का कमी कटी हुआ होगा, എന്നാൽ ഇന്നും നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ, लेकिन आज भी अगर परमेश्वर के आंगनों में आने के लिए तैयार है तो, ഈ യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ, इस यीशु मसीह को पुकारने के लिए तैयार है तो, ഈ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയല്ല അവൻ ഈ ഭൂമിയിൽ വന്നത്. क्या हमारा परमेश्वर हमारी पाप की रक्षा के लिए वो इस धरती पर उतर के आया था തന്നെത്താൻ ना? ഒഴിച്ചവൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നില്ലേ? अपना सारा पदवी को छोड़कर हमारे लिए एक मनुष्य रूप लेकर यहाँ पे आया है ना? കൊടും ഭാവിയായിരുന്ന അവൻ നമ്മെ വീണ്ടെടുത്തില്ലേ? हम कितने बड़े पापी थे फिर भी हमें रक्षा किया ना? പക്ഷെ ഈ ദൈവം ഇന്നും നമ്മളെ ശുദ്ധീകരിപ്പാൻ, ഇന്നും നമ്മളെ നേരായ പാതയിൽ നടത്താൻ അവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. प्रिय मित्रों, आज भी हमारा परमेश्वर हमें माफ करने के लिए और हमें सही रास्ते में लेके जाने के लिए, लेके आने के लिए हमारा परमेश्वर आज भी तैयार है। ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിടണം. प्रेज़ द लॉर्ड। आज रात को जब मेरा ये जो बोला वो वचन है, ये आपके हृदय में लिख कर रखना। ഇവിടെ യേശു പറയാണ്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. मेरा यहाँ पे परमेश्वर का वचन में क्या लिखा है कि यीशु मसीह कहता है कि जो भी मेरे पास आता है मैं उसे कभी नहीं लुटाऊंगा। ഹല്ലേലൂയ. എന്നാൽ അവൻ നമ്മെ തള്ളിക്കളയുന്നവനല്ല. हमारा परमेश्वर कभी भी हमें टुकराएगा नहीं। ഒരുപക്ഷെ മനുഷ്യൻ പലതും നോക്കി നമ്മെ മാറ്റിക്കളഞ്ഞേക്കാം. हो सकता है मनुष्य कई बार हम लोगों को हमारी कुछ बातों को देके हमें थोड़ा हटा कर रख सकते हैं। പലപ്പോഴും മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം. बहुत सारे वजह से बहुत सारे लोग हमें हो सकता है टुकरा सकते हैं। പക്ഷെ നമ്മളെ തള്ളിക്കളയാൻ ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് നമ്മെ തള്ളിക്കളയാതെ വീണ്ടെടുത്തൊരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഇന്ന് രാത്രി प्रेज़ ഉണ്ടാകട്ടെ. द लॉर्ड। प्रिय मित्रों, हमारे जीवन में परमेश्वर को टुकराने के लिए कई वजह था, लेकिन उसने कभी भी हमें नहीं നമ്മൾ टुकराया। രാജകീയ പുരോഹിത വർഗമാണ്. हालेलुया। हम लोग राज्य की में रहने वाले एक पुरोहित के जो वंश के लोग हैं। ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തെറ്റുകൾ, പാപങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ള സത്യമാണ്. പക്ഷെ ये बात- ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തോട് അടുത്ത് വരാൻ भाग्യം ലഭിച്ചവരാണ് നമ്മൾ. ये बात सच है कि हमारे जीवन में कई प्रकार की हालेलुया कमियां हैं, ये सब बातें सच है, लेकिन उसके आंगनों में आने के लिए परमेश्वर ने हम पर कृपा किया है। പക്ഷെ ഇതൊരു ലൈസൻസ് ആയിട്ട് ഏറ്റെടുക്കില്ല കേട്ടോ. लेकिन ये एक लाइसेंस है करके कुछ भी करना, ऐसे नहीं जाना। ജീവിതത്തിൽ ഒരിക്കൽ കർത്താവിനേക്ക് വന്നു കഴിഞ്ഞിട്ട് एक बार जिंदगी में परमेश्वर को स्वीकार करने के बाद, മനഃപൂർവ്വമായിട്ട് നിങ്ങൾ തിരിഞ്ഞു പോയാൽ हालेलुया जानबूझ के अगर मन हटाकर जा रहे हैं तो കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ. परमेश्वर आपके लिए कुछ भी नहीं कर सकते। എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ ഇന്നും സമീപസ്ഥനാണ്. लेकिन जिसका हृदय टूटा हुआ है वो परमेश्वर उनके पास और उनके संग हमेशा रहता है। പഴയതിനെ ഒന്നും മറന്നുകളാ. हालेलुया। पुराने जिंदगी में जो भी हुआ है सब भूल जाओ। ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വന്നാൽ, हालेलुया। हृदय टूटा हुआ मन के साथ परमेश्वर की संगति में अगर आ गए तो വചനം പറയുന്നു നിങ്ങളെ തള്ളിക്കളയാൻ അവന് കഴിയത്തില്ല. परमेश्वर का वचन कहता है वो हमें कभी भी नहीं टुकरा सकता। അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് अगला हम पढ़ेंगे 2-ാം അധ്യായം दूसरा तीमुथियुस उसका 2 अध्याय 13-ാമത്തെ വാക്യം. 13वां वाक्य पढ़ेंगे। ഞാനൊന്ന് വായിക്കാം.
നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ തനിക്ക് കഴിയത്തില്ല. यहाँ पे बोल रहे हैं परमेश्वर उनका जो आदत है उसको कभी भी तुच्छ नहीं कर सकता. പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. हालेलुया. कई बार हमारे जीवन में कई प्रकार का जो है बदलाव हमारे जीवन में आया है. നമ്മുടെ സ്വഭാവത്തിന് പലപ്പോഴും മാറ്റം വന്നിട്ടുണ്ട്. हालेलुया. हमारे स्वभाव में कितनी बार बदलाव आ चुका है. പക്ഷേ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? लेकिन जैसे जैसे हमारे आदत बदलता है उस प्रकार अगर परमेश्वर की भी आदत अगर बदल सकते हैं तो क्या हमारे जीवन क्या होगा, किस प्रकार होगा, कभी आप लोगों ने सोचा है? നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, പല കാര്യങ്ങളും സഭയിലൊക്കെ നമ്മുടെ സ്വഭാവം മാറുമ്പോൾ എന്തൊക്കെ ഭീകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. जब हमारे आदत बदल जाता है तो क्या क्या भयंकर चीज हमारे आमने सामने होता है. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിലൂടെ നിങ്ങൾ പലതും കണ്ടു കാണും. हो सकता है आप लोगों ने मीडिया के द्वारा कई बात देखा होगा. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല കേട്ടോ. लेकिन परमेश्वर उसका जो स्वभाव है उसमें कोई भी बदलाव नहीं അതുകൊണ്ടാണ് है. പറഞ്ഞത് നാം അവിശ്വസ്തരായിരുന്നപ്പോഴും അവൻ വിശ്വസ്തനായി കൂടെ പാർന്നു. इसलिए परमेश्वर को वचन कहता है भले ही हम लोग अविश्वास थे लेकिन वो विश्वासमय बन के हमारे साथ और संग रहा. എന്നിട്ട് അവസാനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പദമുണ്ട്. हालेलुया. और आखिरी में बोलने वाले एक इम्पोर्टेंट पद भी है. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. हालेलुया. ये वचन जो है ये विश्वास के योग्य है. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. हालेलुया. ये जो वचन है वो विश्वास के योग्य है. അതെ, തന്റെ സ്വഭാവം അവൻ ത്യജിച്ചു കളയാൻ അവന് കഴിയത്തില്ല. हालेलुया. उसका जो आदत है, उनका जो आदत है वो कभी भी उसको टुकड़ा नहीं तो इनकार नहीं कर सकते. ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചു. याकूब के जीवन में भी यही हुआ था. യാക്കോബ് ലാബാന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു. हालेलुया. हमें पता है याकूब लाबान के लिए कितना ज्यादा मेहनत किया था. പക്ഷേ നമുക്ക് കാണാനായിട്ട് കഴിയും 31-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട്, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും, ലാബാന്റെ സ്വഭാവം മുൻപത്തേതുപോലെ ആയിരുന്നില്ല അവസാനമായപ്പോൾ. हालेलुया. हमें पता है कि उत्पत्ति के किताब उसका 31 में हम लोग पढ़ेंगे तो वो चैप्टर पढ़ेंगे तो हमें पता है पहले जैसे लाबान था उसका आदत अब वैसा नहीं था. പക്ഷെ കർത്താവ് അവനെ ബലപ്പെടുത്തുന്നുണ്ട് കേട്ടോ. लेकिन परमेश्वर उसको बल भी दे रहा है. ഹല്ലേലൂയ. Praise കർത്താവ് the Lord. പറയുന്നു, നിന്റെ പിതാക്കന്മാരുടെ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. परमेश्वर ने कहा है तेरा पिता का जो प्रभु है, परमेश्वर है, वो तेरे साथ भी रहेगा. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 40 മുതലുള്ള വാക്യം നമുക്കത് കാണാനായിട്ട് കഴിയും. उत्पत्ति के किताब उसका 31 से लेके हम पढ़ेंगे तो हमें अच्छे से पता है कि इसके अंदर क्या लिखा है. അവൻ കഷ്ടപ്പെട്ടതും അവന്റെ ആ പ്രയത്ന ഫലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. वो उसने कितना ज्यादा मेहनत किया था ये सब कुछ हम वहाँ पे देख सकते हैं. അവൻ രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ടതും, രാത്രി ശീതം കൊണ്ടും പകൽ വെയിൽ കൊണ്ടും, ഹല്ലേലൂയ, കണ്ണിന് ഉറക്കമില്ലാതെയായി ഒത്തിരി രീതിയിൽ താൻ സ്ട്രഗിൾ ചെയ്തത് എല്ലാം ലാബാന് വേണ്ടിയായിരുന്നു. सब कुछ उसने इतना मेहनत किया कि वो धूप में काम करता था, रात को वो सो नहीं पाता था, कि ये सब को इतना उसके जीवन में उसने सफर किया है. लेकिन ये सब किसके लिए किया है पूछा ही जाएगा तो ये लाबान के लिए उसने बहुत मेहनत किया. ഈ കഷ്ടപ്പാടിന്റെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പ്രതിഫലം മാറ്റിക്കൊണ്ടിരുന്നു പല സമയങ്ങളിൽ. कई बार इसका जो मेहनत का फल जो था वो हमेशा हट के जाता था. പക്ഷെ ഇതിന്റെ നടുവിൽ യാക്കോബ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. लेकिन इसके बीच में भी याकूब एक बहुत ही प्रधान बातें वहाँ पे ഈ कह रहा है. സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, भले ही ये सब कुछ बातें हुआ है तो ഈ ദുഃഖത്തിന്റെ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ, ये दुखों के इस अवसर में जब मैं गया था तो എന്റെ പിതാവിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവവും मेरा पिता का परमेश्वर जो अब्राहम का प्रभु है, ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ हालेलुया, इसहाक का जो भाई था वो भी എനിക്കില്ലാതിരുന്നുവെങ്കിൽ अगर मेरे जीवन में नहीं होता तो നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. हालेलुया आज भी मैं वैसे ही जाना पड़ता. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്ന ഫലവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. हालेलुया मेरा मेहनत और मेरा सारा संकट परमेश्वर ने देखकर मेरे जीवन में प्रभु ने न्याय किया. ഈ ലോകത്തിലുള്ള പലരുടെയും നമ്മോടുള്ള സ്വഭാവങ്ങൾ മാറിപ്പോയേക്കാം. हालेलुया इस दुनिया में जब हम रहते हैं तो हमारे लिए जो दुनिया का जो आदत है, कई लोगों का आदत हो सकता है बदल जाएगा. ഇന്നലെ കടുത്ത
സ്നേഹത്തിലിരുന്നവർക്ക് ഇന്ന് ഒരു പക്ഷെ നമ്മളെ ശത്രുക്കളായി മാറിയേക്കാം. कल तक जो हमसे कई ज्यादा प्यार करते थे, आज हो सकता है वो लोग शायद हमारे एक शत्रु बन गए होंगे. ഇന്നലെ വരെ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ റെഡിയാന്ന് പറഞ്ഞവൻ ഇന്ന് നമുക്ക് എതിരായിട്ട് നിന്നേക്കാം. हो सकता है कल तक जो व्यक्ति कहा कि मैं तेरे लिए मरने के लिए भी तैयार हूँ, हो सकता है आज वो हमसे इनकार करके बैठे होंगे. അതുകൊണ്ട് വചനം പറഞ്ഞ നിങ്ങൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. इसलिए परमेश्वर को वचन कहता है कि आप लोग परमेश्वर को पूरे मन के साथ उसका सेवा करना. പലപ്പോഴും നമ്മുടെ സ്നേഹം ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ മനുഷ്യർക്ക് പലപ്പോഴും സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കിത് താങ്ങാൻ കഴിയുന്നത്. कई बार हमारे जीवन में ऐसे सिचुएशन आते हैं कि हम लोग उसको झेल नहीं सकते. उसका एक ही वजह है, क्योंकि जो प्यार हमें परमेश्वर को देना चाहिए, जो प्रेम हम प्रभु की संगति में रखना चाहिए, वो कई बार हम मनुष्य के देते हैं. इसी वजह से कई बार कुछ बातें आते हैं तो हम झेल नहीं सकते उसको. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവന്, लेकिन जो व्यक्ति परमेश्वर की संगति में उसको सच्चे दिल से और पूरे मन से जो प्यार करता है और उसका जो आराधना करता है, ഈ ലോകത്തിൽ അവൻ എന്തൊക്കെ അവനെതിരായിട്ട് വന്നാലും ആരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറിയാലും അതൊന്നും അവനെ അത് ബാധിക്കുന്നില്ല. हालेलुया. इस दुनिया में चाहे उसको इनकार करके उसका खिलाफ कोई भी आए, उसके खिलाफ कोई भी उठे, लेकिन वो कुछ भी उसको कभी भी एक प्रश्न की तरह खड़ा नहीं അവൻ ആ होगा, കർത്താവിൽ എന്നും क्योंकि സന്തോഷിച്ചുകൊണ്ടിരിക്കും. वो हमेशा परमेश्वर में आनंदित रहेगा. മൂന്നാമത്തെ കാര്യം, हालेलुया. तीसरा बातें क्या है? ഹല്ലേലൂയ, ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. हमारा परमेश्वर कभी भी झूठ नहीं बोल सकता. സങ്കീർത്തനം 89-85 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. भजन संगीता अगर पढ़ेंगे तो उसका 89-35 വാക്യം, 89 का 35 अगर पढ़ेंगे तो उसके अंदर इस प्रकार लिखा है. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. मैं दावीद से कभी भी झूठ नहीं बोलूंगा. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. यहाँ पे परमेश्वर क्या बोल रहा है? പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങളിലും ഭോഷ്ക് പറഞ്ഞേക്കാം. हो सकता है हमारे सिचुएशन के हिसाब से हम लोग कभी कभी झूठ बोलना पड़ता है. പറഞ്ഞത് പറഞ്ഞില്ലെന്നും ഉള്ളത് പറഞ്ഞെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. कई बार जो बोला नहीं है वो बोला है करके बोलेंगे, और जो बोला है वो नहीं बोला करके हम बोलते हैं. പല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പല സാഹചര്യങ്ങളിൽ പലത് നേടിയെടുക്കാനൊക്കെ പല രീതിയിലുള്ള ഭോഷ്ക് നമ്മൾ പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം. कई बार कुछ प्राप्त करने के लिए, कुछ हमारे जीवन में मिलने के लिए कई बार हमारे सिचुएशन के हिसाब से हम बात करते हैं. പക്ഷെ കർത്താവ് നമ്മോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, लेकिन अगर परमेश्वर ने हमसे कुछ कहा है तो അവൻ വിശ്വസ്തനാണ് കേട്ടോ. हालेलुया. वो हमारे लिए विश्वास के योग्य है. വാക്കിന് മാറ്റം വരുന്നില്ല. उसके बाद से वो कभी भी बदल नहीं सकता. हालेलुया. അവൻ എന്നും വിശ്വസ്തനാണ്. हमारा परमेश्वर कभी धोखा नहीं അവൻ सकता. പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് वो കഴിയും. विश्वास के योग्य है, इसलिए कुरिन्थियों की किताब में कहते हैं वो जो भी बोलता है उसमें हाँ की हाँ ही है. അത് കുറിച്ചിട്ട് 1 കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. हमें पता है दूसरा कुरिन्थियों की किताब उसका एक पहला अध्याय उसका 19वां कलम हम पढ़ेंगे तो उसके अंदर क्या लिखा है? Praise Lord, hallelujah. Thank you Jesus, thank you Lord, thank you Lord, thank you Lord. Praise Lord. ഇവിടെ പറയുന്നു, ആ വാക്യം ഞാൻ നോട്ട് ചെയ്ത് അതല്ല. വാക്യം ഇതാണ്: വിശ്വസ്തനായിട്ട് അവൻ കൂടെ പാർക്കുന്നു, അവൻ പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നാണ്. वो विश्वास के योग्य बन के हमारे साथ रहता है, और जो वो बोलता है उसमें हाँ हाँ ही है. ദൈവം ഭോഷ്ക് പറയുന്ന ദൈവം. हमारा परमेश्वर झूठ भी नहीं बोलता, कभी धोखा भी नहीं നമ്മളോട് देखता. വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, अगर प्रभु ने हमारे जीवन में कुछ भी वायदा किया है तो അവൻ നമ്മളോട് വിശ്വസ്തനായി കൂടെ പാർക്കുന്ന ദൈവം. वो हमारे साथ विश्वास के योग्य बनकर हमारे साथ चलने वाला प्रभु है. ദൈവത്തിന് കഴിയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത്. हमने क्या बोला, क्या सीखा कि परमेश्वर को कुछ बातें हैं वो जो नहीं कर सकता. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന് കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്നു. Praise the Lord. जब हम कहते हैं कि परमेश्वर का असाध्य कुछ भी नहीं है, लेकिन कुछ बातें हैं जो उससे साध्य नहीं है, जो कि हमारी जीवन में वो कई प्रकार का अनुग्रह का ഈ कारण बनता പറയപ്പെട്ട है. കാര്യങ്ങൾ ദൈവത്തിന് കഴിയാതിരുന്നത് കൊണ്ടാണ് ഇന്നും നാം ജീവനോടെ നിലനിൽക്കുന്നത്. हालेलुया. अगर ये जो बोला गया बातें हैं वो परमेश्वर से नहीं होता, इसलिए आज हम में से कई लोग आज भी जिंदा
जीता है। ഈ ദൈവത്തെ മുറുകെ പിടിക്കാൻ എത്ര പേർ തയ്യാറാണ്? आप लोगों में से कितने लोग इस परमेश्वर को खस के पकड़ने के लिए तैयार है? ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. वो परमेश्वर आज भी जिंदा है। ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. उस परमेश्वर का असाध्य कुछ भी नहीं है। ഒരുപക്ഷെ സമയങ്ങൾ കഴിഞ്ഞു പോയി കാണാം. हो सकता है हमारा वक्त बहुत ज्यादा बीत गया होगा। പലപ്പോഴും ഞാൻ ഒത്തിരി പുറകിലായി പോയെന്നൊക്കെ തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടാകും. कई बार ऐसा वक्त होगा कि प्रभु हम लोग कितना पीछे रह गए करके सोचने वाले कई बातें हुआ होगा। പക്ഷെ ഭാരപ്പെടണ്ട കേട്ടോ. लेकिन चिंता होने की जरूरत नहीं है। ഏലിയാവിനെ രഥത്തിന് മുന്നേ ഓടിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം. हमें पता है परमेश्वर एलिया को हालेलुया किस प्रकार उस घोड़े के आगे भी परमेश्वर ने उसको दौड़ाया था। പ്രൈസ് ലോർഡ്. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. हमारा परमेश्वर का असाध्य कुछ भी नहीं है। നമ്മൾ സമർപ്പിക്കുന്നത് പോലെ ഇരിക്കും. हालेलुया हम जिस प्रकार प्रभु के आंगनों में समर्पण करते हैं उसी प्रकार हमारे जीवन में जो भी ഈ होता है। ദിവസങ്ങൾ നമ്മുടെ സമർപ്പണങ്ങളെ ഒന്ന് പുതുക്കിയാട്ടെ. इसलिए इन दिनों में हमारा जो समर्पण है परमेश्वर की संगति में उसको जरा जांच कर उसको नया करने की कोशिश ദൈവം നമുക്ക് कीजिए। വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. हमारा परमेश्वर हमारे लिए बहुत बड़ा काम करेंगे। प्रेज द लॉर्ड। Thank you, Jesus. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ ആത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ ആത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീയൊന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീയൊന്നു നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായി. ഓ നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്തില്ല. എന്തു ഭാവിച്ചെന്നാലും സഹിച്ചാലും എന്തു എല്ലാം സഹിച്ചെന്നാലും യേശുവേ. എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. ഓ യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. എന്റെ യേശുവേ, എന്റെ ജീവൻ, എന്റെ ആശ, എന്റെ ആശയെ നീയൊന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ നീയൊന്നു നിന്നെ സ്നേഹിക്കും, നിന്നെ സ്നേഹിക്കും നിന്റെ ദാസന് നന്മയല്ലാതൊന്നുമേ നീ ചെയ്തിടുമോ? എന്നെ പേർ ചൊല്ലി വിളിച്ചിടുമോ? തോന്നിയതിനാൽ കൃപ തോന്നി എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എന്നാത്മസഖി.
ശ്യാമെന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു ദൈവവേദിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്നും ജോലിയിൽ പ്രശ്നമുണ്ടെന്നും ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടൊരു സമയമാണിപ്പോൾ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവം അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ ഒരു ടേമിലൂടെ നമ്മളിങ്ങനെയൊക്കെ പോയാലും നമ്മളൊന്ന് മനസ്സിലാക്കുക, ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒത്തിരി പേര് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് കറണ്ട് പോയാൽ എൻ്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും കറണ്ട് പോയേക്കുക. പക്ഷേ കറണ്ട് ഒരു ദിവസം വരും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ഇതിനെല്ലാം ഒരു വലിയ ഹല്ലേലൂയ പ്ലാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരു വലിയ പ്ലാനുകളുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവെ, ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തീകരിക്കണം. ദൈവമേ, മനസ്സിന് ദൈവം ബലം കൊടുക്കണം. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾക്കായി കാത്തിരിക്കുവാൻ, അത് പ്രാപിക്കുവാൻ ദൈവം കൃപ കൊടുക്കണം. ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ഭവനങ്ങളിൽ ദൈവം നൽകിയാട്ട്. ഹല്ലേലൂയ. ഇന്ന് ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ട്. കർത്താവേ, ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടും അങ്ങ് ഞങ്ങളെ കൈവിടാത്തത് കൊണ്ടും അങ്ങ് ഞങ്ങളുടെ കുറവുകളൊന്നും കാണാതിരുന്നത് കൊണ്ടും കർത്താവേ, പലപ്പോഴും പലതൊക്കെ ദൈവം മറന്നു കളഞ്ഞതുകൊണ്ടും കർത്താവേ, ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. കർത്താവേ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടാനല്ല കർത്താവേ, തെറ്റുകൾ ഞങ്ങളിൽ കുറയണം കർത്താവേ. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. തികഞ്ഞ സ്നേഹമുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഭയം വരുന്നത് ആ തികഞ്ഞ സ്നേഹം ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു കല്ലറയുടെ മുൻപിൽ വന്ന മഗ്ദലക്കാരത്തി മറിയ, അവൾ അതിരാവിലെ വന്നു എന്നാ പറയുന്നത്. ഒരു സ്ത്രീ ഇരുട്ടത്ത് ഒരു കല്ലറയുടെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അതിനുള്ള ധൈര്യം ഞാൻ ചിന്തിക്കുമായിരുന്നു. അതാ ദൈവത്തോടുള്ള സ്നേഹമാണ്, തികഞ്ഞ സ്നേഹമാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇന്ന് രാത്രി എന്നെ കാണുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ സ്നേഹം ഒന്ന് വർദ്ധിക്കട്ടെ. കർത്താവിനോടുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കട്ടെ. കർത്താവിനോടുള്ള സമർപ്പണം അത് സമർപ്പിക്കുന്നത് പോലെ തന്നെ ആകട്ടെ. അത് നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. ചിലത് സമർപ്പിക്കുമ്പോൾ, ചിലത് തീരുമാനമെടുക്കുമ്പോൾ അത് ഉറപ്പുള്ളതായി തീരട്ടെ. മാറ്റം വരുത്തല്ലേ. കർത്താവ് നമ്മളോട് കൂടെ നിൽക്കും. കർത്താവ് നമ്മെ സഹായിക്കുമെന്നേ. പല സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ പേടിക്കണ്ട, ദൈവം ഉണ്ട് കൂടെ. ദൈവം പുഷ് ചെയ്യുന്നോണ്ടാ, ദൈവം നമ്മെ താങ്ങുന്നോണ്ടാ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കഴിവുകൊണ്ടാ, എൻ്റെ ബുദ്ധി കൊണ്ടാ, ഒരിക്കലുമല്ല. ഒരാളെ പുറയുന്ന തള്ളുന്നോണ്ടാ, ഒരാൾ നമ്മെ ഹല്ലേലൂയ പുഷ് ചെയ്യുന്നോണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു എന്നെ വാച്ച് ചെയ്യുന്ന നിങ്ങളിൽ പലരും ദൈവം ഇന്ന് രാത്രി ബലപ്പെടുത്തുക, ഇന്ന് രാത്രി ചിലരെ ശക്തിപ്പെടുത്തുക. തികഞ്ഞ സ്നേഹം. ആ കല്ലറയുടെ മുമ്പിൽ വന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ഉണ്ടായിരുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്നത് ആ തികഞ്ഞ സ്നേഹം ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് തൻ്റെ സുവിശേഷത്തിൽ താൻ എഴുതിയത് തികഞ്ഞ സ്നേഹം. തികഞ്ഞ സ്നേഹം. ആ ലേഖനത്തിൽ എഴുതിയ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പലപ്പോഴും ആ സ്നേഹം കുറഞ്ഞുകൊണ്ടാണ് ഭയപ്പെടുന്നത്, പേടിക്കുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് പത്രോസ് ഒന്നും ക്രൂശിന്റെ ചോട്ടി വന്നില്ല. വേറെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. വന്നത് ഒരാൾ മാത്രമാണ്, യോഹന്നാൻ. അവന്റെ മേൽ ചിലത് ഏൽപ്പിക്കാൻ കർത്താവിനുണ്ടായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, ഇത് നിന്റെ അമ്മയാ. ഹല്ലേലൂയ. ചിലത് ഉത്തരവാദിത്തങ്ങൾ, ചില റെസ്പോൺസിബിലിറ്റി. നീ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ടൊന്ന് വാ. തികഞ്ഞ സ്നേഹമുള്ളവർ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ടൊന്ന് വാ. കർത്താവ് ചില നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഹിന്ദി ഗാനം പാടി ലൈവ് ഞങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവം ചിലരെ ഇന്ന് രാത്രി തൊടുകയാണ്. വിശ്വസിച്ചാട്ടെ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. सारे जहां में तुझसा कोई नहीं, तुझको छोड़ कोई प्रभु है ही नहीं। घुटने में टेकूं बस तेरे सामने,
मुझे बचाता है। जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उठाता है। हालेलुया, 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 ओ हालेलुया, 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 हालेलुया। हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना। महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर। हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना। महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर। हालेलुया, 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 ओ हालेलुया, 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 हालेलुया। അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കൊരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി നന്ദി. ഞങ്ങളുടെ വചനത്തിൽ നിന്ന് നീ ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി. ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി കർത്താവേ. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് ഈ സമയത്ത് ഞങ്ങൾ നോക്കുന്നു. അങ്ങ് കരുണാസമ്പന്നനായ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കരുണയുടെ ഉറവിടമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സ്നേഹസമ്പന്നനാകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ, അങ്ങ് ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ കർത്താവേ. ഈ മീഡിയയിലൂടെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ദൈവം അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പലർക്കും ഇതൊരു കർത്താവെ ഡിസ്റ്റർബൻസ് ആണെങ്കിലും ഒത്തിരി പേർക്ക് ഇതൊരു അനുഗ്രഹമാണ് കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുന്ന നിമിഷങ്ങളാക്കി മാറ്റണം കർത്താവേ. ഈ ദിവസങ്ങളൊക്കെ ദൈവമായിട്ടൊരു എൻകൗണ്ടർ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവേ. കർത്താവിനെ അറിയാത്ത, ഇതുവരെയും ഈ സ്നേഹം തിരിച്ചറിയാത്ത, ഈ സത്യം തിരിച്ചറിയാത്ത, യേശുവാണ് രക്ഷിതാവെന്ന് തിരിച്ചറിയാത്ത
ആരെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കർത്താവെ ആ സത്യ വെളിച്ചം അവരിലും കർത്താവെ അടിക്കട്ടെ. കർത്താവെ ആ സത്യ വെളിച്ചം അവരിലും ഉദിക്കട്ടെ. കർത്താവെ അവരെ ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, ഈ ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം അവർക്കും ഭാഗ്യം നൽകിയാട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ അനേകർ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിനായി സ്തോത്രം. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അവരെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവം മാറ്റണമേ. ദൈവമേ, അങ്ങ് ശാന്തമാക്കണം കർത്താവേ. കാറ്റ് അടങ്ങ്, കടലെ ശാന്തമാക്. അങ്ങയുടെ ഒരു വാക്കിന് കടൽ അനുസരിച്ചെങ്കിൽ, കാറ്റനുസരിച്ചെങ്കിൽ ദൈവമേ, ഈ പ്രശ്നമൊന്നും അങ്ങേക്ക് അസാധ്യമല്ലല്ലോ. ദൈവം വലിയവ ചെയ്യണമേ കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ദൈവത്തിന് ആശ്രയിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ, മുറ്റുമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഡുനാറ്റോസ് ഗോസ്പൽ മിനിസ്ട്രീസ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ലൈവിൽ നിന്ന് ഞങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.